കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ഇലക്ഷൻസ് ശ്രദ്ധിച്ചോ? എല്ലാത്തിലും ശബരിമല ഒരു പ്രധാന വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നോക്കിയാൽ ആ സമയത്ത് യുവതീ പ്രവേശനവും നാമജപ യാത്രകളും ഗവൺമെന്റിന്റെ സ്റ്റാൻഡൊക്കെ ആയിരുന്നു ചർച്ചാ വിഷയം. ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കേസ് നോക്കിയാലോ, ശബരിമല വീണ്ടും വിഷയം. സ്വർണ്ണക്കൊള്ള, പോറ്റിയെ കേറ്റി എന്ന പാട്ട് ഒരർത്ഥത്തിൽ ഇലക്ഷൻ തൂക്കി. കഴിഞ്ഞിട്ടില്ല, അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. അതിലും ശബരിമല തന്നെയായിരിക്കും പ്രധാന വിഷയം. കാരണം സുപ്രീം കോടതി യുവതീ പ്രവേശനത്തിന്റെ രണ്ടാമത്തെ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. അത് കറക്റ്റ് ഈ ഇലക്ഷന്റെ പീക്ക് ടൈമിൽ വരാനാണ് സാധ്യത. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റി ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ കേസിന്റെ ഇതുവരെയുള്ള ഡെവലപ്മെന്റ്സ് നോക്കിയാൽ ദേവസ്വം ബോർഡിൽ ഉയർന്ന പൊസിഷൻസ് ഉള്ള ഒരുപാട് ആളുകളെ SIT ചോദ്യം ചെയ്തു. മുൻ പ്രസിഡന്റ്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, മുൻ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ തുടങ്ങി പല ആളുകളെയും അറസ്റ്റും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കോൺസ്പിറസിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് SIT തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കോടതി ഇതിന് തെളിവുകളില്ല എന്ന പേരിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകി. ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ല, ഗവൺമെന്റ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ഒപ്പോസിഷൻ അസംബ്ലിയിൽ നിന്ന് വാക്കൗട്ട് വരെ നടത്തി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഡോറുകളിൽ നിന്നൊക്കെ സാമ്പിൾസ് കട്ട് ചെയ്ത് ഇപ്പൊ ലാബ് ടെസ്റ്റിന് വരെ അയച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി. ശബരിമലയിലെ നെയ്യ് കൗണ്ടറുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന നെയ്യിന്റെ കണക്കുകളിൽ തിരിമറി. കോടതി പറഞ്ഞത് ഇതിലും നന്നായിട്ട് കണക്കുകൾ ഒരു സാധാരണ പെട്ടിക്കടയിൽ പോലും സൂക്ഷിക്കുമല്ലോ എന്നാണ്. ദേവസ്വം ബോർഡിലെ ഓഫീസേഴ്സ് ഉൾപ്പെടെ 33 പേർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിജിലൻസ് ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പിൽഗ്രിമേജ് സെന്റേഴ്സിൽ ഒന്നായിട്ട് കൂടി ഹിസ്റ്റോറിക്കലി നോക്കിയാൽ എല്ലാ കാലത്തും ശബരിമലയിൽ ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെന്റുകൾ നമുക്ക് കാണാം. 2023 അരവണ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏലക്കയിൽ പെസ്റ്റിസൈഡ്സിന്റെ അളവ് കൂടിയത് കാരണം കോടതി അരവണയുടെ ഡിസ്ട്രിബ്യൂഷൻ നിർത്തിച്ചു. 2017 അപ്പം ഉണ്ടാക്കാനുള്ള അരി പ്രൊക്യൂർ ചെയ്യുന്നതിൽ വന്ന മിസ്മാനേജ്മെന്റ് കാരണം താൽക്കാലികമായിട്ട് അപ്പം വിതരണം നിർത്തിവെക്കേണ്ടി വന്നു. വരുന്ന ഭക്തര് അവർ കാശ് കൊടുത്ത് മേടിക്കുന്ന പ്രസാദം പോലും കൃത്യമായിട്ട് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരു ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയൊക്കെ? പലപ്പോഴും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് നല്ല രീതിയിൽ തൊഴാനുള്ള ഒരു അവസരം ഒരുക്കാൻ പോലും ദേവസ്വം ബോർഡിന് പറ്റാറില്ല. വണ്ടി നിർബന്ധിച്ച് നിലയ്ക്കലിൽ പാർക്ക് ചെയ്യിപ്പിക്കും. ഇരട്ടി ചാർജ് കൊടുത്ത് KSRTCയിൽ ട്രാവൽ ചെയ്ത് പമ്പയിലെത്തണം. പോലീസിന്റെ വിർച്വൽ ക്യൂ ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ചകൾ വരാറുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. പ്രോപ്പർ ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ല. ഇതൊക്കെ റെക്ടിഫൈ ചെയ്യുന്നതിന് പകരം ദേവസ്വം ബോർഡിന്റെ എഫേർട്ടും പൈസയും സ്പെൻഡ് ചെയ്യുന്നത് അയ്യപ്പ സംഗമം പോലത്തെ ദൂർത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനാണ്. ഈ അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴോ അതിലാണെങ്കിൽ ഫുൾ കൺഫ്യൂഷനും തിരിമറികളും. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ശബരിമലയെ ഒരു ഗ്ലോബൽ പിൽഗ്രിമേജ് സെന്ററാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി സെപ്റ്റംബർ 20, 2025 ഗ്ലോബൽ അയ്യപ്പ സംഗമം നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. അവിടെ വെച്ച് അവർ ശബരിമല മാസ്റ്റർ പ്ലാനിനെ പറ്റിയും ശബരിമലയിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുത്തേണ്ട ഡെവലപ്മെന്റ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. പറയുമ്പോൾ ദേവസ്വം ബോർഡ് നടത്തിയ പ്രോഗ്രാം ആണെങ്കിലും ഇതിന് മുൻകൈ എടുത്തത് സർക്കാരാണ്. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് സർക്കാർ എടുത്ത സ്റ്റാൻഡ് കാരണം അവരിൽ നിന്ന് അകന്നു പോയ ആ പൊളിറ്റിക്കൽ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പ്രോഗ്രാമിന് മുന്നിലുണ്ടായിരുന്നു. ഈ ഈവന്റിന്റെ ഫ്ലെക്സ് ബോർഡ്സ് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. കാരണം ഒരു സർക്കാർ ഈവന്റ് പോലെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആയിരുന്നു ഇതിന്റെ ഫ്ലെക്സുകളിലെ ഹൈലൈറ്റ്. ദേവസ്വം ബോർഡോ സർക്കാരോ ഒരു രൂപ പോലും ചെലവാക്കാതെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി സ്പോൺസർഷിപ്പ് രീതിയിലായിരിക്കും നടത്തുക എന്നാണ് ദേവസ്വം ബോർഡ് ആദ്യം അറിയിച്ചിരുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് വെറും 45 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വരവ് ചെലവ് കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്ത് ബോർഡ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞെങ്കിലും പലവട്ടം ബോർഡ് എക്സ്റ്റൻഷൻ മേടിച്ച് 4.5 മാസത്തിന് ശേഷമാണ് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. ഇത്രയും സമയമെടുത്ത് ചെയ്ത ഓഡിറ്റ് ആയിട്ട് പോലും ആ ഓഡിറ്റ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള ബില്ലുകളോ റെസീറ്റുകളോ ഒന്നും കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് ഓഡിറ്റ് നടത്തിയ കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. കോടികൾ ചെലവാകുന്ന ഇത്ര വലിയൊരു ഈവന്റ് ആയിട്ട് കൂടി ഒരു ടെൻഡർ പോലും വിളിക്കാതെയാണ് ഈ ഈവന്റിന്റെ കോൺട്രാക്ട് നൽകിയത്. അതും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക്. ഇനി ആ കോൺട്രാക്റ്റിലെ ഡീറ്റെയിൽസ് നോക്കിയാൽ ടോട്ടൽ കോസ്റ്റിന്റെ ഒപ്പം ഒരു 10% എക്സ്ട്രാ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയിട്ട് കൂടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. CPIMന്റെ കൺട്രോളിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയെ പാർട്ടി പല അഴിമതികൾക്കും മറയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പലവട്ടം ആർഗ്യുമെന്റ് റേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു കമ്പനിക്ക് യാതൊരു ടെൻഡറും ഇല്ലാതെ ഈ കോൺട്രാക്ട് കിട്ടിയതും പിന്നെ ദേവസ്വം ബോർഡ് ആദ്യം ഈ പ്രോഗ്രാമിന്റെ ചെലവായിട്ട് പറഞ്ഞത് 3 കോടി രൂപയാണ്. പിന്നീട് ഇന്ററിം റിപ്പോർട്ടിൽ അത് 4.5 കോടി രൂപയാക്കി. പക്ഷേ ഈ കമ്പനിയായിട്ട് സൈൻ ചെയ്ത MOUവിൽ മൊത്തം ചെലവ് 8 കോടി രൂപയായിരുന്നു. അതായത് ആദ്യം ഫിക്സ് ചെയ്ത ബഡ്ജറ്റിന്റെ ഇരട്ടി തുകയ്ക്കാണ് MOU സൈൻ ചെയ്തത്. ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈ കമ്പനി മാത്രം ദേവസ്വം ബോർഡിന് കൊടുത്തത് 7 കോടി രൂപയുടെ ബില്ലാണ്. പക്ഷെ ദേവസ്വം ബോർഡ് പറയുന്നത് ഈ കമ്പനിക്ക് വെറും 5 കോടിയാണ് നൽകുമെന്നും. അതിനുവേണ്ടി കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് ബോർഡ് മീറ്റിംഗ് വയ്ക്കുന്നു. പറഞ്ഞ കാശ് കൊടുക്കാതെ വെറും 5 കോടി മാത്രം കൊടുത്താൽ ഈ കമ്പനി കേസിന് പോകില്ല എന്ന് ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഹെഡ് തന്നെ പറയുന്നു കേസിന് പോകില്ല എന്ന്.
മുഴുവൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു കമ്പനി 7 കോടിയുടെ ബില്ല് കൊടുക്കുമ്പോൾ അത് 5 കോടി മാത്രം മേടിച്ച് സെറ്റിൽ ചെയ്യാൻ അവർ റെഡിയാണെങ്കിൽ ആദ്യം കൊടുത്ത ബില്ലിൽ എത്രമാത്രം തട്ടിപ്പ് കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ കമ്പനി എന്തിനാണ് ഈ നഷ്ടം സഹിക്കുന്നത്? ഇങ്ങനെ മൊത്തം ബില്ലിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. ഇനി കോൺഫറൻസിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൻ കോൺട്രാക്ടിന് പുറമെ ഈ കോൺട്രാക്ട് കിട്ടിയ കമ്പനി ആർക്കൊക്കെയാണ് സബ് കോൺട്രാക്ട് കൊടുത്തതെന്നോ ഈ സബ് കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസോ അതിന്റെ ബില്ലുകളോ ഒന്നും തന്നെ ബോർഡ് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ആയിട്ട് കൂടി അത് ചെയ്യാൻ വേണ്ട ഡാറ്റ പോലും എന്തുകൊണ്ടാണ് ബോർഡ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാത്തത്? ഇനി അക്കോമഡേഷന്റെ കേസ് നോക്കിയാൽ അക്കോമഡേഷന് വേണ്ടി ടോട്ടൽ ചെലവാക്കിയത് 37 ലക്ഷം രൂപ. ഇതിൽ ദേവസ്വം ബോർഡ് ബുക്ക് ചെയ്തത് വെറും 25,000 രൂപയുടെ റൂംസ് മാത്രം. ബാക്കി മുഴുവൻ റൂംസും ബുക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ. ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പ്രോഗ്രാം, ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റുകൾ. എന്നിട്ടും അവർക്ക് വേണ്ടി റൂംസ് എന്തിനാണ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ അഥവാ ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയി ബുക്ക് ചെയ്യുന്നത്? ഇത് സർക്കാരുമായിട്ട് എന്താ ബന്ധം? കൂടാതെ ഈ പരിപാടി നടക്കുന്നത് പമ്പയുടെ അടുത്ത് എത്ര ടൗണുകളുണ്ട്? അരൂര്, പത്തനംതിട്ട, കോട്ടയം തുടങ്ങി പലതും. പക്ഷെ ചില റൂംസ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് കുമരകത്തും മൂന്നാറിലും. ഇവിടെയൊക്കെ ആരാണ് സ്റ്റേ ചെയ്തത്? ഈ റൂംസ് ആർക്കൊക്കെ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ബുക്ക് ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് ദേവസ്വം ബോർഡ് ഡീറ്റെയിൽസ് പുറത്തുവിട്ടാൽ മാത്രമേ ഇതിലൊരു ട്രാൻസ്പെറൻസി വരുള്ളൂ. ഇത്രയും ദൂരെയൊക്കെയുള്ള റൂംസ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ടാക്സി ബില്ല് നോക്കിയാൽ 200-230 കിലോമീറ്റർ ഒക്കെയാണ് കൺവെയൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രം ചെലവായത് 7.5 ലക്ഷം രൂപ. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ചെലവാക്കിയ പല പൈസയും ആദ്യം ബഡ്ജറ്റിലില്ല, അല്ലെങ്കിൽ ബഡ്ജറ്റിലുള്ള പൈസയെക്കാളും കൂടുതലായി. ഫോർ എക്സാമ്പിൾ കൾച്ചറൽ ഇവന്റ്സിന് വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് 2 ലക്ഷം രൂപ, പക്ഷേ ഇൻഫാക്ട് ചെലവായതോ 8 ലക്ഷം രൂപ. VIP-കൾക്ക് വേണ്ടി വേദിയിൽ ഫുഡ് നൽകാൻ ചെലവാക്കിയത് 30,000 രൂപ, പക്ഷേ അങ്ങനെ ഒരു ചെലവിനെ പറ്റി ബഡ്ജറ്റിൽ മെൻഷനേ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയത് കൾച്ചറൽ ഇവന്റ്സ് ആണ്. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ലാണ് സബ്മിറ്റ് ചെയ്തത്, പക്ഷേ അവർ ഈ ഇവന്റിൽ പങ്കെടുത്തിട്ട് പോലും ഇല്ലായിരുന്നു. ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗത്തുനിന്നും തെറ്റാണെന്നും ഒറിജിനലി ഇഷാന്ത് ദേവിന്റെ പ്രോഗ്രാം ആയിരുന്നു, അതിൽ പേര് മാറി നന്ദഗോവിന്ദം ഭജൻസ് സബ്മിറ്റ് ചെയ്താണെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ആ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഇങ്ങനെ ഒരു ബില്ല് തരുമ്പോൾ അതൊന്ന് ചെക്ക് പോലും ചെയ്യാതെയാണോ ബോർഡ് നേരെ അത് ഓഡിറ്റർക്ക് നൽകുന്നത്? അതും ഹൈക്കോടതിക്ക് നൽകേണ്ട ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള സബ്മിഷൻസിൽ. ബോർഡിലിരിക്കുന്ന ഓഫീസേഴ്സ് ബില്ലിലെ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നോക്കി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ബില്ലുകളിൽ എത്രമാത്രം തിരിമറികൾ വന്നിട്ടുണ്ടാവും? ഒന്ന് ചെക്ക് പോലും ചെയ്യാതെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി നൽകുന്ന ബില്ല് മേടിച്ച് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ബോർഡിലെ ഓഫീസേഴ്സിന് ഇത്ര അധികം സാലറി കൊടുത്ത് അവിടേക്ക് ഇരുത്തിയിരിക്കുന്നത്? ഇത്രയും ഫോൾട്ട് വരുത്തിയിട്ടും ഈ ഓഫീസേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോർഡ് ഇതുവരെ യാതൊരു ആക്ഷൻ എടുത്തായിട്ടും പറയുന്നില്ല. ഇനിയൊട്ട് ആക്ഷൻ എടുക്കും തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഏറ്റവും വലിയ വെള്ളയാനയാണ് ഈ ദേവസ്വം ബോർഡ്. ചർച്ചയായ മറ്റൊരു വിഷയം, ഈ ഇവന്റിൽ പങ്കെടുത്ത ഡെലിഗേറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി 4100 ടിൻ അരവണയും അപ്പവും വിഭൂതിയും കുങ്കുമവും ഒക്കെ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. പക്ഷേ ഈ ഇവന്റിൽ ഇത്ര അധികം ആളുകൾ പങ്കെടുത്തിരുന്നില്ല. ശരിക്കും അന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു ജനപങ്കാളിത്തം. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയാൽ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. വളരെ കുറഞ്ഞ പങ്കാളിത്തം മാത്രമാണ് ഈ സെഷനുകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം ആകെ 900 എണ്ണം മാത്രമേ അവിടെ ഡെലിഗേറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. ബാക്കി ഈവന്റിന്റെ ഓർഗനൈസേഴ്സും ദേവസ്വം ബോർഡിലെ ഓഫീസേഴ്സും പരസ്പരം വീതിച്ചെടുത്തു. ദേവസ്വം ബോർഡിലെ ഓഫീസേഴ്സിന്റെ സത്യസന്ധത ഇതാണെങ്കിൽ അപ്പോൾ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും സബ് കോൺട്രാക്ടേഴ്സിന്റെ ഒക്കെ സത്യസന്ധത എന്തായിരിക്കും? ഈ ഈവന്റ് നടത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ദേവസ്വം ബോർഡ് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ അവരുടെ ഫണ്ടിൽ നിന്ന് നൽകിയിരുന്നു. പിന്നീട് ഈ പൈസ തിരിച്ചടച്ചു എന്നാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ ഹെഡൊക്കെ പറയുന്നത്. പക്ഷെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ആ പൈസ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ലാന്ന്. ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റിയും ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പരിപാടിക്ക് വേണ്ടി മേടിച്ച പല സാധനങ്ങളും ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുകൂടിയാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ വരാൻ കാരണം സബ്മിറ്റ് ചെയ്ത ബില്ലുകളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ ഇത് വളരെ റഷ് ചെയ്ത് നടത്തിയ ഒരു ഓഡിറ്റ് ഒന്നുമല്ല. 4.5 മാസത്തെ സമയം കിട്ടി ദേവസ്വം ബോർഡിന് ഈ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ. എന്നിട്ടും അതിൽ എറേഴ്സ് വന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡിന്റെ തന്നെയാണ്. മാത്രമല്ല കിട്ടിയ സ്പോൺസർഷിപ്പിന്റെ ഡീറ്റെയിൽസോ എന്തുകൊണ്ടാണ് ടെൻഡർ വിളിക്കാതെ ഈ കോൺട്രാക്ട് നൽകിയെന്നോ എന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റിയും ഇതുവരെ ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. ആദ്യം ഈ ഇവന്റ് ഒരു സർക്കാർ ഫംഗ്ഷൻ പോലെ നടത്തിയെങ്കിലും പിന്നീട് ഇത്രയും പ്രശ്നങ്ങൾ വന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഇത് മുഴുവൻ ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് വെച്ച് ഒഴിയുന്ന ഒരു രീതിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ശരിയാണ്, ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. പക്ഷേ കേരളത്തിലെ ഒരു ദേവസ്വം മിനിസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിനെ അക്കൗണ്ടബിൾ ആക്കി ഈ പ്രശ്നങ്ങളുടെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെയാണ്. എന്തായാലും ശബരിമലയുടെ പൊളിറ്റിക്കൽ ആൻഡ് ഇലക്ട്രൽ ഇമ്പോർട്ടൻസ് മുന്നിൽ കണ്ട് ഗവൺമെന്റ് ഇപ്പോൾ ഒരു സേഫ് പ്ലേ ആണ് എടുക്കുന്നത്.
ആദ്യം യുവതി പ്രവേശന വിഷയ സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റാൻഡ് എടുത്തതിന്റെ ബാക്ക്ലാഷ് ഗവൺമെന്റിന് ഇലക്ഷനിൽ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു നടപടിയാണ് പല മന്ത്രിമാരും സ്വീകരിക്കുന്നത്. എന്തൊക്കെയായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ദാ ഇപ്പൊ നെയ്യിലെ തിരിമറി തുടങ്ങി പല വാർത്തകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം ദാ ഇനിയിപ്പോ യുവതി പ്രവേശനത്തിന്റെ 2ാമത്തെ ഹിയറിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും അടുത്ത ഇലക്ഷനിലും ശബരിമല ഒരു പ്രധാന വിഷയമായിരിക്കാനാണ് സാധ്യത.